തിരുവനന്തപുരത്ത് നിന്നും കാണാതായ 13 വയസ്സുകാരിയും സഹോദരങ്ങളും ഉൾപ്പെടെ 3 കുട്ടികളെയും സംരക്ഷണം CWC ഏറ്റെടുക്കും. 13 വയസ്സുകാരിയുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷമാണ് തീരുമാനം. കുട്ടിക്ക് പഠിക്കണമെന്നും മാതാപിതാക്കൾക്കൊപ്പം പോകില്ല എന്നും CWCയുടെ കൗൺസിലിംഗിനിടെ കുട്ടി വ്യക്തമാക്കിയിരുന്നു. കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് മാതാപിതാക്കളെ കാണിച്ചത്. മാതാപിതാക്കളുമായി സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് കുട്ടിയെ CWCയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നതിനാണ് താല്പര്യം. കുട്ടിക്ക് കേരളത്തിൽ തുടരണം, പക്ഷേ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കേണ്ട എന്നറിയിച്ചതായി CWC ചെയർമാൻ പ്രതികരിച്ചു. ഇത്രയുമാണ് അവളുടെ പോയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം, പാരൻസിനെ കാണണം. പക്ഷേ പാരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല. കുട്ടിക്ക് ഇവിടെ നിന്ന് CWCയുടെ കീഴിൽ പഠിക്കണം, ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരൻസിനോട് ഇക്കാര്യം വിശദമായി നമ്മൾക്ക് അസം ഭാഷ അറിയുന്ന ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് നമുക്കൊരു മാഡത്തിനെ കിട്ടിയിരുന്നു. നമ്മുടെ സ്റ്റാഫും ഹിന്ദിയിലും നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളും കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ കുട്ടി ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അവൾക്ക് കേരളത്തിൽ നിൽക്കണം. കുട്ടിയുടെ മറ്റു 2 കുട്ടികളുടെയും സംരക്ഷണം CWC ഏറ്റെടുത്തു. അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും വേറെ വേറെ കൗൺസിലിംഗ് നൽകും. കുട്ടിയെ CWCയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റുന്നതിൽ അച്ഛന് ചെറിയ വിമുഖതയുണ്ട്. കുട്ടി സന്തോഷവതിയാണ്. അമ്മ തല്ലിയ ദേഷ്യത്തിൽ ട്രെയിനിൽ കയറി പോയതെന്നാണ് കുട്ടി CWCയിൽ മൊഴി നൽകിയിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.